ഈശ്വരാ, എൻ്റെ ആദ്യ രാത്രിക്ക് എന്നെ ഫോൺ കയറി വന്നത് ഈശ്വരാ. ഹലോ ഹലോ, എന്റെ പൊന്നു മുതലാളി, ഞാൻ പറഞ്ഞില്ലേ ഇന്നെന്റെ കല്യാണമാണ്, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്, എന്നെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്ന്. മുതലാളി പേടിക്കണ്ട, രാവിലെ 6 മണിക്ക് തന്നെ ഞാൻ റബ്ബർ ഒട്ടാൻ വരാം. വേണമെങ്കിൽ പാല് കൊടുത്ത് ഷീറ്റ് ഓടിച്ച് വയ്ക്കാം, പൈസ എനിക്ക് വേണ്ട. മുതലാളി പ്ലീസ്, ഇന്ന് ആദ്യ രാത്രിയാണ്, എന്നെ ഇനി വിളിക്കരുത്, ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കാൻ പോവുകയാണ്. ആഹാ, എന്നാ അങ്ങനെയാണ്, ഇന്ന് ആരും വിളിക്കണ്ട. അയ്യോ ദൈവമേ, ഈശ്വര, അവിടെ നേരത്തെ വന്ന് കിടക്കുകയാണ്. പാവം കേട്ടാ, ക്ഷീണം കാണും, കല്യാണ റിസപ്ഷനൊക്കെ അല്ലേ. എനിക്ക് വയ്യ, ഇതെവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന്. അയ്യോ, ഒരു കാര്യം ചെയ്യാം, ഒരു ചൂട് ചുംബനം കൊടുക്കാം, ചിലപ്പോൾ അവിടെ ഉണരും. അയ്യോ എനിക്ക് വയ്യ. അയ്യോ, തിരിച്ചു തന്നു ഒരിക്കൽ കൂടെ കൊടുക്കാം. അയ്യോ അമ്മാവ, ഞാൻ ചെറുപോൻ. റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വന്നായിരുന്നു. ഞാൻ ആ സമയം കൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇതിനിടയ്ക്ക് ഒരു പട്ടി വന്ന എന്നെ ഇവിടെ അങ്ങ് നക്കി. അപ്പോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങാൻ പോവില്ലേ, അമ്മാവന് ചെറിയൊരു ഉപദേശമുണ്ട്. ഇരി, അമ്മാവന് കാഴ്ച വലിയതായിട്ട് ഇല്ലെന്നറിയാലോ, ആരെയും ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, സൈഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാവം പോലെ വെളുക്കണവരെ. കണ്ണിനൊരു കുരുവില്ല, കണ്ണിനല്ലേ കുരു, എനിക്കൊരു കുരു ഇല്ലല്ലോ. അങ്ങോട്ട് മാറി കിടന്ന എന്റെ പൊന്നമ്മാവ, എന്റെ ആദ്യ രാത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, പിന്നെ എന്തിനാണ് ഈ ശല്യപ്പെടുത്താൻ കയറി വരണത്? ഭഗവാനെ, ഇന്നെൻ്റെ ആദ്യ രാത്രിയാണ്, ഇരുന്നിരുന്ന് കിട്ടിയ കല്യാണമാണ്. എൻ്റെ നവവധുവിനെ കുറിച്ചൊന്ന് അയവിറക്കാം. ചേട്ടാ ചേട്ടാ ചേട്ടാ, പാല് പാല്. കുട്ടി, കുറച്ച് ആസിഡ് ചോദിച്ചു, രാവിലെ ഷീറ്റ് അടിക്കുക. അയ്യോ അതല്ല, പിന്നെ കുടിക്കാൻ പാല്. അയ്യോ അയ്യോ അയ്യോ, നീയാ പാല് കൊണ്ടു? എനിക്ക് വശിയ.